കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയായ കെ രതീഷിന്റെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു എന്ന സൂചനകൾ പുറത്തുവരികയാണ്. ഖാദി ബോർഡ്, റൂട്രോണിക്സ്, ഖാദി ക്ഷേമ ബോർഡ് സ്ഥാപനങ്ങളുടെ തലപ്പത്താണ് രതീഷ് ഉള്ളത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി. അനന്തന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഏറ്റവും വലിയ വിവാദം ഹൈക്കോടതി പലതവണ സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിട്ടും ഇടപെടാൻ സർക്കാർ മടിച്ച കേസ്. ഇപ്പോൾ പുതിയ സർക്കാർ വന്നിട്ടും എന്തേ നടപടിയില്ല എന്ന ചോദ്യം ഉയരുകയാണ്. നടപടിയിലേക്ക് പോവുകയാണോ? സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതി കേസ് കശുവണ്ടി അഴിമതി കേസ്. അതിൽ CBIയുടെ കുറ്റപത്രത്തിൽ പ്രതിസ്ഥാനത്താണ് കെ രതീഷ്. മാത്രമല്ല, ഈ കുറ്റപത്രം അംഗീകരിച്ച് സർക്കാർ ഈ പ്രോസിക്യൂഷൻ നടപടികൾക്ക് അനുമതിയും നൽകിയിട്ടുണ്ട്. ഒട്ടനവധി നിയമ നടപടികൾക്ക് ശേഷമാണ് അങ്ങനെ ഒരു പ്രോസിക്യൂഷൻ അനുമതിക്ക് സർക്കാർ തയ്യാറാവുകയും ചെയ്തത്. അങ്ങനെ പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ച ഒരു പ്രതിക്ക് സർക്കാരിന്റെ പ്രധാനപ്പെട്ട 3 സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കാൻ എന്താണ് യോഗ്യത, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തുടരുന്നത് എന്നുള്ള വിമർശനം കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കെ രതീഷ് നിലവിൽ ഖാദി ബോർഡിന്റെ സെക്രട്ടറിയും ഒപ്പം തന്നെ റൂട്രോണിക്സിന്റെ MDയും ഖാദി ക്ഷേമ ബോർഡിന്റെ ചെയർമാനുമാണ്. ഈ 3 സ്ഥാപനങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ കീഴിലാണ് വരുന്നതും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി കെ രതീഷിനോട് ഈ 3 സ്ഥാനങ്ങളും ഒഴിയാൻ നിർദ്ദേശം നൽകി എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് വഹിക്കുന്ന പദവികളല്ലേ, അതോ പുതിയ എന്തെങ്കിലും പദവി കൊടുത്തിട്ടുണ്ടോ? കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് കെ രതീഷ് ഈ പദവികളിലേക്ക് വന്നത്. ഈ UDF സർക്കാർ വന്നിട്ടും ആ പദവികളിൽ തുടരുകയായിരുന്നു. ഇത് സംബന്ധിച്ച് പ്രത്യേകിച്ച് റൂട്രോണിക്സ് അതുപോലെ തന്നെ ഖാദി ബോർഡ് 2 സ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട പദവികൾ വഹിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് വാർത്താ സമ്മേളനത്തിൽ ചോദ്യവും ഉയർത്തിയിരുന്നു. ആ സമയത്ത് പരിശോധിക്കാമെന്നാണ് മുഖ്യമന്ത്രി അന്ന് മറുപടി നൽകിയത്. പക്ഷേ ഇന്നലെ ഹൈക്കോടതി ഈ കെ രതീഷ് ഈ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് തുടരുന്നതിൽ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ അഴിമതി കേസിൽ വിചാരണ കാത്തു നിൽക്കുന്ന ഒരു പ്രതി എങ്ങനെയാണ് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിക്കുന്നത്, 3 ചുമതലകൾ വഹിക്കുന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഈ രാജിവെക്കണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചതായി അറിയുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിശദീകരണമൊന്നും വന്നിട്ടില്ല. അപ്പോൾ കെ രതീഷ് ഈ 3 ചുമതലകളിൽ നിന്നും ഒഴിയുന്നു, പുറത്തേക്ക് പോകുന്നു എന്നുള്ള സൂചനകളാണ് വരുന്നത്. ഏതായാലും ഉടൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഈ കശുവണ്ടി അഴിമതിയുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ ആരംഭിക്കും. ആ ഘട്ടത്തിൽ രതീഷ് ഈ 3 പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നത് UDF സർക്കാരിന് നാണക്കേടാകും. അതുകൊണ്ട് തന്നെയാകും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരിക്കാനുള്ള സാധ്യത.